സച്ചു ഇറങ്ങ. ഹലോ. ആ ആ എല്ലാം ചടങ്ങെല്ലാം കഴിഞ്ഞടാ. എല്ലാം കഴിഞ്ഞു. ഞാൻ ഇപ്പോൾ വന്ന് കയറിയതേ ഉള്ളൂ. ഇരിക്കുന്നു. ഭയങ്കര ക്ഷീണം. ഞാൻ വിളിക്കാടാ കേട്ടോ. ഓക്കെ. ശരി. ഓക്കെ. വരും. എന്തിനാ അച്ഛാ നമ്മൾ അപ്പൂപ്പൻ മരിച്ച സ്ഥലത്ത് തൈ നട്ടത്? നമ്മുടെ ആചാരപ്രകാരം അച്ചാച്ചൻ്റെ ഓർമ്മയ്ക്കായിട്ടാടാ നമ്മൾ തൈ വെക്കുന്നത്. അതൊന്നും പറഞ്ഞാൽ മോന് മനസ്സിലാകില്ല. സച്ചു മുട്ട വിരിഞ്ഞു കേട്ടോ. മുട്ടയിടാൻ മരങ്ങളില്ലാതായാൽ അവര് പിന്നെ എവിടെ പോവാനാ? എന്തിനാ അച്ഛാ നമ്മൾ അപ്പൂപ്പൻ മരിച്ച സ്ഥലത്ത് തൈ നട്ടത്? അച്ചാച്ചൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ തൈ വെക്കുന്നത്. സച്ചു, സച്ചുവേ, എടാ സച്ചു, ഈ ചെറുക്കൻ്റെ ഒരു കാര്യം. സച്ചു, സച്ചു അകത്ത് കാണുന്നേ. നീ നോക്കിയില്ലേ? ഞാൻ അവിടെ ഒക്കെ നോക്കി, അവിടെ ഒന്നും കണ്ടില്ല. ഓ, അവൻ അകത്ത് കാണുന്നേ. ഹലോ ഹലോ, എടാ ബീബിനെ, എടാ സച്ചിൻ അങ്ങോട്ട് വന്നോടാ. എടാ സച്ചിൻ അങ്ങോട്ട് കാണുന്നില്ലടാ. സച്ചിനെ കാണുന്നില്ലടാ. എടാ അങ്ങോട്ട് വന്നില്ല. എടി അങ്ങോട്ട് ചെന്നിരുന്ന്. എന്നാ പിന്നെ ഞാൻ നിഖിലിനെ ഒന്ന് വിളിച്ചേ. അവിടെ എങ്ങനെ ചെന്നോ നോക്കിയേ. എടി നിഖിൽ കോള് വന്നില്ലടി. കോള് വന്നില്ലടി നിഖിലിനെ. സ്മിതയാന്ന് വിളിച്ചടി. ചെറുക്കനെ എവിടെ പോയി കിടക്കുവാടി? എടാ നീ കണ്ടോ അവരെ? അവൻ പുറത്തോട്ട് നീ കണ്ടോ? സച്ചു അങ്ങോട്ടെങ്ങാനും വന്നോ? ഇവിടെ കാണുന്നില്ലല്ലോ. അയ്യോ ഇല്ല, അവിടെ ചെന്നിട്ടില്ലെന്ന് ചോദിച്ചേ. ആ താഴെ ഒന്ന് പോയി നോക്കിക്കേ. شنو المشكل؟ صديق مال بتنزل شوف. مال بتنزل شوف. بچہ مالندا بابا هذا صغير بچہ. هذا شنو المشكلة؟ صبر شوف بابا. والله شوف انا هذا شوف بابا. هذا يجيني هذا بعدين تكون سيده بالبارك. رو നീ നോക്കി. നീ എന്തുവാ ചെയ്യുന്നേ? അച്ഛാ, അച്ഛൻ അപ്പൂപ്പന് വേണ്ടി ഒരു തൈ നട്ടില്ലേ? ഞാനും നട്ടു. എല്ലാവർക്കും വേണ്ടി ഒരു തൈ. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾ